എല്ലാവർക്കും ക്വിസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രം എന്ന പുതിയ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ ഭാഗമാണിത്. ഈ വീഡിയോയിൽ കേരളത്തിൽ ഉണ്ടായ ദേശീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യം നമ്പർ 1. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ചോദ്യം നമ്പർ 2. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ചോദ്യം നമ്പർ 3. പഴശ്ശി യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ 1793 മുതൽ 1805 വരെ. 1793 മുതൽ 1805 വരെ പഴശ്ശി യുദ്ധങ്ങൾ നീണ്ടുനിന്നു. ചോദ്യം നമ്പർ 4. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. ചോദ്യം നമ്പർ 5. ചോദ്യം നമ്പർ 5. കുറിച്യർ കലാപം നടന്ന വർഷം 1812. 1812 കുറിച്യർ കലാപം നടന്നത്. ചോദ്യം നമ്പർ 6. മലബാർ ജില്ലാ കോൺഗ്രസ് നടന്ന വർഷം 1916. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. ചോദ്യം നമ്പർ 7. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം 1917. 1917 തളിക്ഷേത്ര പ്രക്ഷോഭം ഉണ്ടായത്. ചോദ്യം നമ്പർ 8. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം 1919. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത്. ചോദ്യം നമ്പർ 9. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടന്നത്. ചോദ്യം നമ്പർ 10. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 മാർച്ച് 30. ചോദ്യം നമ്പർ 11. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. ചോദ്യം നമ്പർ 12. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. 1930 കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ചോദ്യം നമ്പർ 13. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ചോദ്യം നമ്പർ 14. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. ചോദ്യം നമ്പർ 15. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ചോദ്യം നമ്പർ 16. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. ചോദ്യം നമ്പർ 17. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്ന വർഷം 1938. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത്. ചോദ്യം നമ്പർ 18. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്. ചോദ്യം നമ്പർ 19. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1939. 1939 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. ചോദ്യം നമ്പർ 20. മൊറാഴ സമരം നടന്ന വർഷം 1940. 1940 മൊറാഴ സമരം നടന്നത്.
ചോദ്യം നമ്പർ 21. കയ്യൂർ സമരം നടന്ന വർഷം. 1941. 1941 കയ്യൂർ സമരം നടന്നത്. ചോദ്യം നമ്പർ 22. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം. 1942. 1942 കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ചോദ്യം നമ്പർ 23. കരിവള്ളൂർ സമരം നടന്ന വർഷം. 1946. 1946 കരിവള്ളൂർ സമരം നടന്നത്. ചോദ്യം നമ്പർ 24. തോൽവിറക് സമരം നടന്ന വർഷം. 1946. 1946 തോൽവിറക് സമരം നടന്നത്. ചോദ്യം നമ്പർ 25. കുട്ടൻകുളം സമരം നടന്ന വർഷം. 1946. 1946 കുട്ടൻകുളം സമരം നടന്നത്. ചോദ്യം നമ്പർ 26. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. 1946. 1946. ചോദ്യം നമ്പർ 27. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. 1947 മുതൽ 1948 വരെ. 1947 മുതൽ 1948 വരെയാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ചോദ്യം നമ്പർ 28. മാഹി വിമോചന സമരം. 1948. 1948 മാഹി വിമോചന സമരം നടന്നത്. ചോദ്യം നമ്പർ 29. ഒരണ സമരം നടന്ന വർഷം. 1957. 1957 ഒരണ സമരം നടന്നത്. ചോദ്യം നമ്പർ 30. മുത്തങ്ങ സമരം നടന്ന വർഷം. 2003. 2003 മുത്തങ്ങ സമരം നടന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യം നമ്പർ 1. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം ഏത്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം. ചോദ്യം നമ്പർ 2. അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 3. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണമെന്ത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം. ചോദ്യം നമ്പർ 4. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. ചോദ്യം നമ്പർ 5. അഞ്ചുതെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയായ വർഷം. 1690. 1690 അഞ്ചുതെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയായത്. ചോദ്യം നമ്പർ 6. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം. 1695. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത്. ചോദ്യം നമ്പർ 7. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? ആറ്റിങ്ങലിലെ ഉമയമ്മ റാണി. ആറ്റിങ്ങലിലെ ഉമയമ്മ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത്. ചോദ്യം നമ്പർ 8. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ചോദ്യം നമ്പർ 9. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ഗിഫോർഡ്. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ചോദ്യം നമ്പർ 10. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആര്? ആദിത്യവർമ്മ. ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ്. ചോദ്യം നമ്പർ 11. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി. വേണാട് ഉടമ്പടി.
1723 ഇത് ഒപ്പുവെച്ചത്. 1723 ഒപ്പുവെച്ച വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ചോദ്യം നമ്പർ 12. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ചോദ്യം നമ്പർ 13. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 14. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആര്? ഹരിശ്ചന്ദ്ര പെരുമാൾ. ഹരിശ്ചന്ദ്ര പെരുമാളാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. ചോദ്യം നമ്പർ 15. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ചോദ്യം നമ്പർ 16. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ. ചോദ്യം നമ്പർ 17. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ചോദ്യം നമ്പർ 18. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെ.